അവർ സമ്മതിച്ചില്ലെങ്കിൽ ബോംബാക്രമണം ആരംഭിക്കും. ദുഃഖകരമെന്ന് പറയട്ടെ, അത് മുമ്പത്തേക്കാൾ അതിഭീകരമായിരിക്കും. ഇതാണ് ട്രംപ് ഇപ്പോ അവസാനം പറഞ്ഞേക്കുന്ന ട്രംപിന്റെ വാഗ്വാദം. അതായത് ഞാൻ എന്റെ മുന്നത്തെ ഒരു വീഡിയോയില് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇറാൻ US യുദ്ധം അവസാനിക്കാൻ പോകുന്നു. ഇരു രാജ്യങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റിലോട്ട് എത്തുന്നു. ഇത്രയും ഒരു കോമൺ ആയിട്ടുള്ള പോയിന്റിലോട്ട് ഇന്ത്യന്റെ മുന്നത്തെ ചർച്ചകളിലൊന്നും എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യം. എന്നാൽ ഇറാൻ അതിനെ നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അതായത് മാർക്കോ റൂബിയോ ആണ് ഒരു ഒരു സിംഗിൾ പേപ്പറിൽ, ഒരു സിംഗിൾ കണ്ടന്റില് ഒരു MOU പോലെയുള്ള ഒരു കാര്യത്തിലേക്ക് ഇറാനും അമേരിക്കയും കൂടെ എത്തുന്നു എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ അത് കുറച്ചധികം വാർത്താ ഏജൻസികൾ അത് റിപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനത്തെ വാർത്തകൾ എന്തിനാണ് വരുന്നത്, എന്താണ് അതിന്റെ പുറകിലുള്ള റീസൺ എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രസ്താവനയിൽ ഇറാൻ പറയുന്നുണ്ടായിരുന്നു. അതായത് ആ പ്രസ്താവന വന്ന സമയത്ത് തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാല് എണ്ണയുടെ വിലയിൽ മാറ്റം സംഭവിച്ചു. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടായി എന്നുള്ളതാണ്. ഈ വാർ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 2-3 ആഴ്ചകൾക്ക് മുന്നേ വന്നിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്, ട്രംപിന്റെ മരുമകൻ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ, അതായത് അടുത്തതായിട്ട് ട്രംപ് പറയാൻ പോകുന്ന കാര്യം എന്താണ്, അമേരിക്ക എടുക്കാൻ പോകുന്ന സ്റ്റെപ്പ് എന്താണെന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കുകയും അതേപോലെ തന്നെ ഇത്തരം പ്രസ്താവനകളിലൂടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിലൂടെ അത്യാവശ്യം പൈസ കോടികൾ കൊയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഇതിന് മുന്നേ പുറത്തു വരികയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മാർക്കറ്റിലുള്ള ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടെ ഇവര് കുക്ക് ചെയ്തെടുക്കുന്ന, ഇവരെ മനഃപൂർവ്വം പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വം ഡിസമിനേറ്റ് ചെയ്യുന്ന ചില ഇൻഫർമേഷൻസ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഇറാൻ ഇപ്പൊ പറയുന്നത്. അത് ഏറെക്കുറെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സത്യമാണ് എന്നുള്ളത് നമുക്ക് കാണാനും പറ്റും. അതായത് ഈ ഒരു പ്രസ്താവന വരികയും എല്ലാ ചാനലുകളും പലതരത്തിലുള്ള കാർഡുകൾ അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാൻ US യുദ്ധം അവസാനിക്കാൻ പോകുന്നു, ഇരു രാജ്യങ്ങളും ഒരു കോമൺ പോയിന്റിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത്. അതോടുകൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇറാൻ അത് നിഷേധിച്ചതോടുകൂടെ ആ മാറ്റങ്ങളെല്ലാം അവസാനിക്കുകയും എല്ലാം പഴയപടി ആവുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോ അതിന്റെ ഒരു കൂട്ടത്തിലാണ് ഇപ്പൊ വേറൊരു പ്രസ്താവന വരുന്നത്. ആ മുന്നേ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഘടകവിരുദ്ധമായിട്ടുള്ള ഭീഷണിയുടെ സ്വരത്തിൽ വീണ്ടും ട്രംപ് വരുന്നത്. അതായത് നിങ്ങൾ സമ്മതിച്ചിട്ടില്ല, നിങ്ങൾ കരാറിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ബോംബാക്രമണം നടത്തും, അത് അതിഭീകരമായിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോ പറയുന്നതെന്നുള്ളതാണ്. സത്യത്തില് ട്രംപിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുരങ്ങൻ പാമ്പിനെ പിടിച്ച പോലെയാണ്. അതായത് പാമ്പിനെ കുരങ്ങനെ വിടാൻ വേണം, എന്നാ വിട്ടാ പാമ്പ് കടിക്കുമോ എന്നുള്ള പേടിയുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് സത്യത്തില് ട്രംപ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഹോർമോസ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം, അതായത് ഈ പേർഷ്യൻ ഗൾഫിന്റെ ആ ഒരു മേഖല എന്ന് പറയുന്നത് ഒട്ടും ശാന്തിയിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും അശാന്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഹോർമോസ് ദ്വീപില് താമസിക്കുന്ന നിവാസികള് ഈ പറയുന്ന അമേരിക്കൻ ചാരവിമാനം IRGC അടിച്ചിട്ട ചാരവിമാനത്തിനെ അവരവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇത്രയും എന്താ പറയാ, ഒരു തരത്തിലുള്ള മിലിറ്ററി കപ്പാസിറ്റിയും കാപ്പബിലിറ്റി ഇല്ലാത്ത ഇറാൻ എങ്ങനെയാണ് അമേരിക്കയുടെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ചാരവിമാനങ്ങളെ വെടിവെച്ചിടാൻ പറ്റുന്നത്? അത് മാത്രമല്ല, അത്തരം ഇട്ടിട്ടുള്ള ഈ വിമാനങ്ങളെ എടുത്തോണ്ട് പോയിട്ടാണ് വീണ്ടും ഇവര് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലൂടെ ഇവരുടേതായിട്ടുള്ള ഷാഹിദ് പോലെയുള്ള അതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻസിനെ ഉണ്ടാക്കി ആ വേർഷൻസുമായിട്ട് ഇവർ മുന്നോട്ട് വരികയും കൂടെ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോ അത് മാത്രമല്ല, ഇപ്പൊ അമേരിക്കയുടെ ഈ പറയുന്ന പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു ഇതിനെ അവസാനിപ്പിച്ചത് അത് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയുടെ ഭാഗമായിട്ടല്ല എന്നുള്ളത് റിപ്പോർട്ടുകളും കൂടെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന കപ്പലുകൾക്ക് എക്സ്കോർട്ട് പോയിട്ട് ആ കപ്പലുകളുടെ എസ്കോർട്ടിലൂടെ ഈ പറയുന്ന പല കപ്പലുകളെയും ഹോർമൂസിന് പുറത്തെത്തിക്കുക എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഒന്നാമത് അമേരിക്കക്ക് ഏറ്റവും ചെലവേറിയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മിലിറ്ററി വാർഷിപ്പ് ഒരിച്ചിരി മുന്നോട്ട് നീങ്ങണമെങ്കിൽ തന്നെ അത്യാവശ്യം കോസ്റ്റ് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ മറ്റു രാജ്യങ്ങളുടെ ഷിപ്പുകളെ ഇങ്ങനെ എത്ര എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോകും? മാത്രമല്ല, ഏതൊരു എക്സ്കോർട്ടിംഗ് പരിപാടിയിലോട്ട് പോകുന്ന സമയത്തും തന്നെ ഇവർ മൾട്ടി ലെയർ ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ പറയുന്നത്, ഏതെങ്കിലും ഒരു ഷിപ്പിനെ പുറത്ത് കടത്താൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ചെറിയ വാർഷിപ്പ് പോയിട്ട് അതിനെ എസ്കോർട്ട് ചെയ്ത് പോവല്ല ചെയ്യുന്നത്. ഒരു വാർഷിപ്പിനെ ഇത് എസ്കോർട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ
എയർ എസ്കോർട്ടിങ് കൂടെ നടക്കുന്നുണ്ട്. ഈ പറയുന്ന ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിട്ടുള്ള എസ്കോർട്ടിങ് പരിപാടിയും കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മൂവ്മെന്റിന്റെ ചെലവ് എന്ന് പറയുന്നത് ഹെവി ആണെന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഏതൊരു മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ കാണണം. അത് മാത്രമല്ല, അമേരിക്കയുടെ ഉപരോധം ഈ പറയുന്ന ഹോർമൂസിന് പുറത്തുണ്ട്. അപ്പൊ ഈ പുറത്ത് അമേരിക്കയുടെ ഉപരോധം ഉണ്ടെങ്കിൽ കൂടെ അമേരിക്കയുടെ കണ്ണു വെട്ടിച്ചിട്ട് ധാരാളം കപ്പലുകൾ, ഇറാന്റെ കപ്പലുകൾ ഈ പറയുന്ന ഉപരോധം മറികടന്ന് പോകുന്നുണ്ട് എന്നുള്ള വാർത്തകളും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇത് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിന് വർക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടെ ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെയും കൂടെ സാഹചര്യത്തിലാണ് ഈ ഓപ്പറേഷൻ എന്താ പറയാ ഫ്രീഡം പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷനെ ഇവർ നിർത്തിവെച്ചേക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നിർത്തിവെച്ചതിന് ശേഷമാണ് എഗെയിൻ ട്രംപ് വന്നിട്ട് പറയുന്നത് ഈ ഒരു അതിഭീകരമായിട്ടുള്ള ആക്രമണം ഇറാന്റെ മേലെ നടത്തും എന്ന് പറയുന്നത്. അതായത് അതിഭീകരമായിട്ടുള്ള ആക്രമണം ഇറാന്റെ മേലെ നടത്തും എന്ന് പറയുമ്പോൾ ഇവർ നടത്താൻ പോകുന്ന അറ്റാക്ക് എന്ന് പറയുന്നത് എയർ അറ്റാക്ക് ആണെന്നുള്ളത് നമുക്കറിയാലോ. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, സാമ്പത്തികമായിട്ട് ഓൾറെഡി തളർച്ച ഈ ഒരു യുദ്ധത്തോട് കൂടെ അമേരിക്ക നേരിടുന്നുണ്ട്. അതായത് ഇവരുടെ ഏകദേശം 34% ഇവരുടെ വാർഹിഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇവരുടെ സ്റ്റോക്ക് പൈലറ്റ് തീർന്നു കഴിഞ്ഞു എന്നാ പറയുന്നത്. മാത്രമല്ല, എയർ സുപ്രീമസിയിലേക്ക്, എയർ അറ്റാക്കിലോട്ട് ഈ പറയുന്ന അമേരിക്കൻ ടീം പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എഗെയിൻ ഈ പറയുന്ന പ്രൊജക്ട് ഫ്രീഡം പോലെ തന്നെ മൾട്ടി ലെയർ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആണ്. ഒരു ബേസിൽ നിന്ന് ഒരു വിമാനം പറന്നങ്ങ് പൊങ്ങിപ്പോയിട്ട് ഇറാന്റെ ഏതെങ്കിലും നഗരമേഖലകളെയോ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളെയൊക്കെ അടിച്ചിട്ടിട്ട് തിരിച്ചു വരുന്ന പരിപാടിയൊന്നുമല്ല. സ്കൂളുകളൊക്കെ ആക്രമിച്ചിട്ടൊന്നും തിരിച്ചു വരുന്ന പരിപാടിയല്ല അത്. അതായത് മൾട്ടി ലെയർ ആണ്. ഇതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് വേറെ പ്രവർത്തിക്കണം. അതേപോലെ തന്നെ ആകാശത്തുള്ള എയർ ടാങ്കറുകൾ പോലെയുള്ള സിസ്റ്റങ്ങൾ പ്രവർത്തിക്കണം. ഇങ്ങനെ പല തരത്തിലുള്ള മൾട്ടി ലെയർ ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും കോർഡിനേഷന്റെയും കൂടെ ഭാഗമായിട്ടാണ് ഇവർക്കൊരു അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ അവിടെയാണ് എഗെയിൻ നമ്മൾ കാണേണ്ടത്, ഈ അറ്റാക്ക് ഒന്നും ഇപ്പൊ അമേരിക്ക നടത്തുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കും നടത്തുന്നില്ല എന്ന് മാത്രമല്ല നിരീക്ഷണ ഡ്രോണുകളെ മാത്രമാണ് അമേരിക്ക ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ആകെ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ടെന്ന് പറയുന്നത് ഹോർമൂസിൽ മാത്രമാണ്. അതായത് അമേരിക്ക പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ IRGC ആക്രമിക്കുന്ന സമയത്ത് അതിന് തിരിച്ചാക്രമണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പൊ ആക്രമണങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പറയുന്ന പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കുരങ്ങൻ പാമ്പിന് പിടിച്ച അവസ്ഥയിലാണ് ട്രംപ് ഇപ്പൊ ഉള്ളത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, പല തരത്തിലുള്ള റിഗ്ഗിങ്ങുകളും പല തരത്തിലുള്ള ഫേക്ക് ഇൻഫർമേഷൻസിന്റെ ഡിസമിനേഷനിലൂടെ മാർക്കറ്റിനെ റിഗ് ചെയ്യുന്ന പരിപാടി, ഇങ്ങനെ പല തരത്തിലുള്ള പരിപാടികളിലോട്ടും കൂടെ ഈ ഒരു വാറിനെ മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. വാറിനെ പല തരത്തിലുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സിലോട്ട് വരെ അമേരിക്കയും അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റും കടന്നു എന്നുള്ളതും കൂടെ നമ്മൾ ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ കാണേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്.